കെ സി വേണുഗോപാലിൻ്റെ ഇതുവരെയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിലിരുന്നുള്ള എല്ലാ കളികളും അവസാനിപ്പിക്കുകയാണ് AICC. മതി, നിർത്തിക്കോ നിന്റെ കളി എന്നാണ് രാഹുൽ ഗാന്ധി അടക്കം, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം, സോണിയാഗാന്ധി അടക്കം വേണുഗോപാലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഈ പാർട്ടിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി കഴിഞ്ഞിരുന്ന കെ സി വേണുഗോപാൽ പദവികളിൽ നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് പുറത്താക്കാൻ പോകും. ഇനി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ ഉണ്ടാകില്ല. പകരം ആ പദവിയിലേക്ക് സച്ചിൻ പൈലറ്റോ അശോക് ഗെഹ്ലോട്ടോ എത്തിച്ചേരും. ഇത് വെറുതെ പറയുന്ന കോൺഗ്രസിൻ്റെ വാചകങ്ങളല്ല, ഇത് വളരെ കൃത്യമായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം കെ സി വേണുഗോപാലിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിനകത്തും AICCക്കകത്തും ആർക്കും തന്നെ താല്പര്യമില്ലാതിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പിണിയാളായി, രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടക്കാരനായി AICCയിൽ എത്തപ്പെടുകയും അതിനുശേഷം AICCയെ ഹൈജാക്ക് ചെയ്യുകയും അതിനകത്തുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ അത്രയും, നമുക്കറിയാം G23 എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തുള്ള നേതാക്കൾ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ പ്രബലരായ നേതാക്കളായിരുന്നു. ആ നേതാക്കളെ മുഴുവൻ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ എത്രത്തോളം തകർക്കാൻ കഴിയുമോ അത്രത്തോളം തകർത്ത നേതാവാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്, പലതരത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും കെ സിയെ രക്ഷിച്ചെടുത്തുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിക്കും കൃത്യമായി മനസ്സിലാകുന്നു ഒരു മരവാഴ തന്നെയാണ് കെ സി വേണുഗോപാൽ എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ഒരു സംസ്ഥാനത്തും കെ സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഒരു തിരഞ്ഞെടുപ്പ് പോലും മത്സരിച്ച് വിജയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ മരവാഴ എന്നുള്ള പ്രയോഗത്തിന് കെ സിയെ അർഹനാക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.